നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവ് ഈ മാസം 16 നടപ്പാക്കാനാണ് ഉത്തരവ്. യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉത്തരവിറക്കിയത്. വിവരങ്ങൾ സിബി സി ജോസഫ് നൽകും. സിബി, ഈ ഒരു സംഭവത്തിൽ നമ്മൾ കണ്ടതാണ് ദയാഹർജി അടക്കം നൽകിയിട്ടും ആ ദയാഹർജിയൊന്നും സ്വീകരിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ആയിട്ടുണ്ടല്ലേ? നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ആയിട്ടുണ്ട്. അത് ഈ മാസം 16-ന്, അതായത് അടുത്ത ബുധനാഴ്ച നടപ്പാക്കുമെന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യം ഇന്ത്യൻ എംബസി അടക്കം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഈ മോചനത്തിന്, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്തപ്പണമടക്കം എല്ലാം തന്നെയും ചില ചർച്ചകൾ പുരോഗമിച്ചു വരികയായിരുന്നു. എന്നാൽ ഇതിൽ നേരിട്ട് ഈ കുടുംബവുമായി സംസാരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ ഹൂത്തി നിയന്ത്രണത്തിലുള്ള മേഖലയാണ് ഈ യമനിലെ ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നേരിട്ടൊരു ഇടപെടൽ അസാധ്യമാണ്. ഒരു നയതന്ത്ര ഇടപെടൽ അസാധ്യമായ ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതിൽ പലപ്പോഴും കൃത്യമായി ഇത് വിദേശകാര്യ മന്ത്രാലയം ഇതിൽ ഇടപെടുന്നതെല്ലാം തന്നെ വലിയ വീഴ്ച സംഭവിക്കുകയും വ്യാപകമായ പരാതികളൊക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടിയാണ്, ഇപ്പോൾ ഒരു വിവരം കൂടിയാണ് പുറത്തിറങ്ങുന്നത്. 2017 ജൂലൈയിലാണ് യമൻ പൗരനായ അബ്ദു മഹദിയെ നിമിഷപ്രിയയും കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണി ഒളിപ്പിച്ചെന്ന കേസിലാണ് ഈ വധശിക്ഷ. നിമിഷപ്രിയയുടെ വധശിക്ഷ നേരത്തെ യമനിലെ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് സനയിലെ ജയിലിലാണ് പിന്നീട് നിമിഷപ്രിയ ഉള്ളത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ആക്ഷൻ കൗൺസിൽ തന്നെ രൂപീകരിച്ചുകൊണ്ട് മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പണമെല്ലാം നിലയും ശേഖരിച്ചു വരികയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകളടക്കം എല്ലാം നിലയും നടത്തുന്നതിന് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുകയും ചെയ്തു. പക്ഷെ കൃത്യമായി ഈ കുടുംബം, അതായത് ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബവുമായി കൃത്യമായി ഈ ഒരു രക്തപ്പണം സംബന്ധിച്ച ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം. നമുക്കറിയാൻ കഴിയുന്നത് 8,67,00,000 രൂപയോളം ഇവർ ദിയാധനമായി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും അവിടെ ഒരു രീതി അനുസരിച്ച് ഇപ്പോഴും ഈ ഒരു വധശിക്ഷയ്ക്കുള്ള തീയതി പ്രഖ്യാപിച്ചാൽ പോലും ഇനിയും ഒരു ചെറിയൊരു പ്രതീക്ഷ ഉള്ളത് അവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഈ ദിയപ്പണം, അല്ലെങ്കിൽ ഈ ഒരു പണം നൽകുന്ന കാര്യത്തിൽ ആ കുടുംബവുമായി കൃത്യമായി ഒരു സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും നിമിഷപ്രിയയുടെ ജീവൻ ഇത്തരത്തിൽ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ചെറിയ ഒരു പഴുതുണ്ട് എന്നൊക്കെ ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ നയതന്ത്രമായ ഇടപെടൽ വളരെ ഈ 16-നാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഈ കുടുംബവുമായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല, അങ്ങനെയാണോ? അവിടെ തീർച്ചയായും ഈ ഒരു കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഈ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അതിനെ സംസാരിച്ച് തീർപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മുടെ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ മാർച്ച് 29-നാണ് ഈ യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ്. ഈ മാസം 16-ന് നടപ്പാക്കാനാണ് ഉത്തരവ്. യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ ഉത്തരവിറക്കിയത്. സിബി സി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.